ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ്. ഈ ഒരു സമയം നിങ്ങളുടെ ഹയർ സെൽഫ് എന്താണ് നിങ്ങളോട് പറയുന്നത്, എന്ത് കാര്യമാണ് നിങ്ങൾ ഇപ്പൊ അറിയേണ്ടത്? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ ആണ്. ദ ട്രീ ഓഫ് വിഷസ് ഈസ് കോളിംഗ് യുവർ നെയിം. യു ആർ കോട്ട് അപ്പ് ഇൻ ഡ്രാമ. സ്റ്റോം വാണിംഗ് വന്നിട്ടുണ്ട്. 7th ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ. 4th ചക്ര ആർക്കേഞ്ചൽ റാഫേൽ. ഇതില് ആദ്യം നമുക്ക് വന്നിട്ടുള്ള കാർഡ് ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ ആണ്. അത് നിങ്ങളുടെ ആത്മാവ്, ഇപ്പോൾ ഹയർ സെൽഫ് എന്ന് പറയുന്നത് നമ്മളുടെ സോളാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ ഒരു ദിശയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് നിങ്ങൾ എത്രമാത്രം തിരിച്ചറിയുന്നു എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായവും വിമർശനവും ഭയവും എന്നിവ കണ്ട് നിങ്ങൾ വഴിമാറി പോകരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉൾവിളി വീണ്ടും നിങ്ങൾക്ക് വന്നേക്കാം. അത് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കുക. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ തെളിയിക്കുന്ന ആ വഴിയിലൂടെ തന്നെ നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ദിശ നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ആത്മാവ് ഏത് ദിശയിലാണ് എന്നെ നയിക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ഒരു ദിശയിലേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. പിന്നെ ദ ട്രീ ഓഫ് വിഷസ് ഈസ് കോളിംഗ് യു. വിഷസ് ഈസ് കോളിംഗ് യുവർ നെയിം ആണ് വന്നിട്ടുള്ളത്. ഇത് ആൽമോസ്റ്റ് ഫോർഗോട്ടൺ വിഷ് വിൽ നൗ കം ട്രൂ ആണ് വന്നിട്ടുള്ളത്. ഒരു പഴയ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമോ, അല്ലെങ്കിൽ നിങ്ങൾ പഴയതായിട്ട് കണ്ട ഒരുപാട് കാലം മുന്നേ കണ്ട ഒരു സ്വപ്നമോ ഈ ഒരു സമയം വീണ്ടും ആക്റ്റീവ് ആകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും നിങ്ങളിലേക്ക് വരാം. ചിലപ്പോൾ അത് വ്യക്തിയാകാം, ഒരു ജോലിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന ഒരു കാര്യമാകാം. ചിലപ്പോൾ അത് നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകാം, ഒരു ആത്മീയ വളർച്ചയാകാം. ഇതൊക്കെ അത് നിങ്ങളുടെ മുന്നിലേക്ക് അത് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇപ്പം ഡിവൈൻ നിങ്ങളോട് പറയുന്നു, ഇതാണ് അതിൻ്റെ റൈറ്റ് ടൈം. നിങ്ങൾ എന്താണോ പണ്ട് ആഗ്രഹിച്ചിരുന്നത് അതിൻ്റെ റൈറ്റ് ടൈം ഈ ഒരു സമയമാണ്. അപ്പം ഇതിൽ വീണ്ടും നിങ്ങൾ ആക്റ്റീവായി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ അത് നിങ്ങൾ ആൾറെഡി കുറേ കാലം മുന്നേ ഉള്ളതാകൊണ്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമായി. അത് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരുന്നു. നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, അത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ യു ആർ കാട്ട് അപ്പ് ഇൻ ഡ്രാമയാണ് വന്നിട്ടുള്ളത്. ഇതില് ആക്ട് ഫ്രീ യു സെൽഫ്, ചേഞ്ച് ആൻഡ് ബ്ലോസം എഗെയിൻ ആണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വണ്ണം നമ്മൾ കുടുങ്ങി, അതായത് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് അനാവശ്യ ചിന്തകൾ, മറ്റുള്ളവരുടെ ഡ്രാമ, അല്ലെങ്കിൽ പഴയ വിഷമം, ഇതൊക്കെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതിന് മുന്നേ ഈ നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന ആ ഒരു ഡ്രാമയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം.
അപ്പോൾ പഴയ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് നടന്ന കാര്യങ്ങൾ വീണ്ടും 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 നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പഴയ വേദനകൾ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മോശമായ ചില ഇൻസിഡൻസിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ചില ചീറ്റിംഗ്, ഇതൊക്കെ നമ്മൾ സമയം ഉള്ളിടത്തോളം സമയം വീണ്ടും വീണ്ടും അതിനെപ്പറ്റി അതറിയാവുന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാൾക്കാർ, ഇതറിയാവുന്ന മറ്റാൾക്കാർ നിങ്ങളെക്കുറിച്ച് നിങ്ങളോടത് വീണ്ടും വീണ്ടും സംസാരിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയണത്. ഈ ഇങ്ങനെയുള്ള കാര്യം, പാസ്റ്റിലെ ആ ഒരു ഡ്രാമ നിങ്ങളിനി ഓർക്കേണ്ട ആവശ്യമില്ല. അത് പഴയതാണ്, അത് വിട്ടുകളയുക. ഇത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് തന്നെ ആ ഒരു എനർജിയിൽ കുടുങ്ങി കിടക്കാതിരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ഒരു സ്റ്റോം വാണിംഗാണ് വന്നിട്ടുള്ളത്. ഒരു വലിയ മാറ്റം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. അപ്പം ചില കാര്യങ്ങൾ, നിങ്ങൾ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നേക്കാം. ചില പ്ലാനുകളായിരിക്കാം, നിങ്ങൾ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ്, ചില ജോലി. അപ്പോൾ ഇതിലൊക്കെ അപ്രതീക്ഷിതമായ മാറ്റം വരാം. അതാണ് സ്റ്റോം എന്ന് വെച്ചാൽ വലിയൊരു കൊടുങ്കാറ്റ് വന്ന് ഇങ്ങനെ അടിച്ച് തകർക്കുന്നു എന്നുള്ളതല്ല. പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നേക്കാം, നമ്മളെ ജോലി സ്ഥലത്തിനൊരു മാറ്റം വന്നേക്കാം, നമ്മൾ ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യത്തിലൊരു മാറ്റം വന്നേക്കാം. ഇതിൽ അപ്രതീക്ഷിതമായ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക്, ഇത് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്കൊരു മാറ്റം വരുത്താനാണ്. അത് ആദ്യം നിങ്ങൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത് വന്നിട്ടുള്ളത് സെവന്ത് ചക്രയാണ്. അപ്പോൾ ഇതില് സഹസ്രാര ചക്രമാണ് ഇത്. സെവന്ത് ചക്ര അതൊരു വയലറ്റ് കളറാണ്. അപ്പം നിങ്ങൾക്കൊരു ദൈവികമായ ഒരു നിർദ്ദേശം ലഭിക്കുന്ന ഒരു സമയമാണ്, ഒരു ഡിവൈൻ ഗൈഡൻസ് ലഭിക്കുന്ന ഒരു സമയമാണ്. അത് ധ്യാനത്തിലൂടെ ആകാം, സ്വപ്നങ്ങൾ കാണാം, ഇൻഡ്യൂഷൻ വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ചില വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരു നിങ്ങളോട് പറയുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു ആസ്ട്രോളജറോ ഒരു ടാരോ റീഡറോ ഒക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കാം. അപ്പോൾ ഇത് ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് അത് നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സഹസ്രാര ചക്രം ആക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ശക്തമായൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടാൻ തുടങ്ങുന്നു ഈ ഒരു സമയം. അപ്പോൾ അത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ഫോർത്ത് ചക്രയാണ്, ആർക്കേഞ്ചൽ റാഫേലാണ് വന്നിട്ടുള്ളത്. ഇത് സെവന്ത് ചക്ര ആർക്കേഞ്ചൽ യൂറിയലാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര, അപ്പോൾ നിങ്ങളുടെ പഴയ മുറിവുകളൊക്കെ സുഖപ്പെടുന്നു എന്നുള്ളതാണ്. ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മാത്രമല്ല ക്ഷമ, സ്നേഹം, കരുണ എന്നിവയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു ബന്ധം, നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു ബന്ധം അത് ഹീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇത് നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഹാർട്ട് ചക്രയെ കാണിക്കുന്നത്. ഈ ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇത് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല. കാരണം നമ്മളെ സ്നേഹിച്ചതിന് ശേഷം വേണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. നമ്മളെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ഏതെങ്കിലും ആൾക്കാർ, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളുടെ ഹൃദയം തകർത്ത് കളഞ്ഞു പോയ ആൾക്കാർ, ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സമയം ഹീലാകുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾ ഹൃദയത്തോട് ചോദിച്ചിരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങളുടെ ആത്മാവ് വിളിക്കുന്ന ആ വഴിയിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾ ഏറ്റവും പണ്ടെപ്പോഴോ ആഗ്രഹിച്ച ഒരു വലിയ ഒരു കാര്യം സാധിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുക. അപ്പം പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയത്തെ മാറ്റിക്കളയാൻ ശ്രമിക്കുക. പെട്ടെന്നൊരു മാറ്റം വന്നേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു കൊടുങ്കാറ്റ് പോലുള്ളൊരു മാറ്റം വന്നേക്കാം. പക്ഷേ
ആ മാറ്റം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ വേദനിപ്പിക്കാൻ വന്നതല്ല, നിങ്ങളെ തകർത്ത് കളയാൻ വന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇതില് നിങ്ങൾ നിങ്ങളുടെ പഴയ ആ ഒരു ആഗ്രഹത്തെ സ്വീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്നുള്ള ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.